അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിൽ ഇസ്രായേലിനൊപ്പം ചേരുമെന്ന് സൂചന നൽകിയതോടുകൂടിയാണ് ഈ ജാഗ്രത കൂടുതൽ വർദ്ധിച്ചിട്ടുള്ളതും അല്പം ഒരു ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോകുന്നതും. പ്രത്യേകിച്ച് ഈ മേഖലയിൽ പശ്ചിമേഷ്യയിൽ ഏതാണ്ട് 45,000 മുതൽ 50,000 വരെ സൈനികർ അമേരിക്കയുടേതായിട്ടുണ്ട്. നിരവധി ഏതാണ്ട് 19 താവളങ്ങളുമുണ്ട്, സൈനിക താവളങ്ങളുമുണ്ട്. ഈ മേഖലയിൽ ഏത് വിധത്തിലും ഇത്തരത്തിലൊരു സംഘർഷം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു ആക്രമണ സാധ്യതയുണ്ട്. അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ അമേരിക്ക സ്വീകരിച്ചിട്ടുള്ളത്. അമേരിക്ക ഖത്തറിലുള്ള സൈനിക ക്യാമ്പുണ്ട്. ഏതാണ്ട് 9,000-ഓളം അമേരിക്കൻ സൈനികരുള്ളൊരു ക്യാമ്പാണ് അവിടെയുള്ളത്. അവിടെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്യാവശ്യമല്ലാത്ത ആളുകളൊക്കെ തന്നെ മാറി നിൽക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ബഹ്റൈൻ, യമൻ തുടങ്ങിയിട്ടുള്ള മേഖലയിൽ, ഇറാഖ് അടക്കമുള്ള മേഖലയിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ അമേരിക്ക നൽകിയിട്ടുണ്ട്. കാരണം അമേരിക്ക ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിൽ ഇസ്രായേലിനൊപ്പം പങ്കുചേർന്നാൽ ഈ ഏതെങ്കിലും ഒരു മേഖലയിൽ തിരിച്ചടി ഉണ്ടാകുമോ? പ്രത്യേകിച്ച് ഹൂതികളൊക്കെ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ആ ആശങ്കയൊക്കെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ, വിമാനവാഹിനികൾ, ജെറ്റ് വിമാനങ്ങൾ, ഫൈറ്റർ ജെറ്റ്, ഇതെല്ലാം പല സ്ഥലങ്ങളിലേക്ക് നീങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ട്. മറ്റൊരു കാര്യം, വിമാനയാത്രയുടെ കാര്യം തന്നെയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുള്ളത് തന്നെയാണ്. ഈ മാസം അവസാനം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ സ്കൂളുകളൊക്കെ അടച്ച് അവധി തുടങ്ങുകയാണ്. ഏറ്റവും അധികം വിമാനയാത്രാ നിരക്ക് ഉള്ളൊരു സമയമാണ് ഇത്. ഇതോടൊപ്പം തന്നെയാണ് സംഘർഷത്തിൻ്റെ ഭാഗമായി ഇന്ധനവില കൂടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വിമാനയാത്രാ നിരക്ക് ചെലവ് കൂടുന്നു, കമ്പനികൾ വില കൂട്ടുന്നു, നിരക്ക് കൂട്ടുന്നു. ഈ ഒരു സാഹചര്യവുമുണ്ട്.